സ്മാർട്ട് ഫോൺ ക്യാമറകളുടെ ലോകത്ത് ഇന്നുള്ള ഈ 200 മെഗാ പിക്സൽ യുഗത്തിനൊക്കെ വളരെ മുൻപ് ഒരു വിപ്ലവം നടന്നു. 2012 നോക്കിയ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ച ആ ഇതിഹാസം. നോക്കിയ 808 പ്യൂർ വ്യൂ വെറുമൊരു ഫോണല്ല, ക്യാമറ ലോകത്തെ ഒരു കൊടുങ്കാറ്റായിരുന്നു അത്. അന്ന് 13 മെഗാ പിക്സലിൽ തളയ്ക്കപ്പെട്ട മൊബൈൽ ക്യാമറ ലോകത്തേക്ക് നോക്കിയ കൊണ്ടുവന്നത് 41 മെഗാ പിക്സലിൻ്റെ ഭീമൻ സെൻസർ, അതും ആരും കൊതിച്ച കാൾ സൈസ് ലെൻസ്. ഒപ്പം ഇന്നത്തെ AI ഫോണുകളിൽ പോലും ഇല്ലാത്ത പിക്സൽ ഓവർ സാമ്പിളിംഗ്, അതായത് സൂം ചെയ്താലും ക്വാളിറ്റി നഷ്ടപ്പെടാത്ത മാജിക്. 2012 മൊബൈൽ വേൾഡ് കോൺഗ്രസിലെത്തിയ ഈ ഫോൺ മൊബൈൽ ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതി. 7 പിക്സലുകളെ ഒന്നാക്കി ഒരു സൂപ്പർ പിക്സലാക്കി മാറ്റിയ ഇതിൻ്റെ പ്യൂർ വ്യൂ ടെക്നോളജി, ഒപ്പം ഇരുട്ടിലും പകൽ പോലെ വ്യക്തത നൽകുന്ന പവർഫുൾ സെനോൺ ഫ്ലാഷ്. ഒരുപക്ഷെ ഇന്നത്തെ സ്മാർട്ട് ഫോണുകൾ പലതും ഈ ലെവലിലെത്താൻ വർഷങ്ങളെടുത്തു. അന്ന് സിംബിയൻ OS ലോകമടക്കി വാണിരുന്ന കാലഘട്ടം. ആപ്പിളിൻ്റെയും ആൻഡ്രോയിഡിൻ്റെയും തിരമാലകൾക്കിടയിൽപ്പെട്ട് സിംബിയൻ അതിൻ്റെ അവസാന ശ്വാസമെടുത്തത് ഈ ഫോണിലൂടെയായിരുന്നു. അതൊരു വിടവാങ്ങലായിരുന്നു, എന്നാൽ അത്രമേൽ മനോഹരമായ ഒരു വിടവാങ്ങൽ. മൊബൈൽ ക്യാമറ ചരിത്രത്തിലെ വഴിവിളക്ക്, ഭാവിയിൽ വരാനിരിക്കുന്ന കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയുടെ ആദ്യ വിത്ത്. നോക്കിയ 808 പ്യൂർ വ്യൂ.